ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട്. അതിനായിട്ട് നേവൽ ക്യാൻറ്റീനിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ പോർട്ട് ബ്ലെയറിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ക്യാൻറ്റീനാണ്. ആദ്യം തന്നെ ഞാൻ പയർ ഐറ്റംസ് ആണ് എടുത്തത്. ഈ ഒരു പയർ കണ്ടില്ലേ, ഇത് നാട്ടിലേക്കാട്ടി അത്യാവശ്യം വലിപ്പമുള്ളൊരു പയറായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഒരു ക്യാൻറ്റീനിൽ. അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായ ഒരുപാട് ഐറ്റംസ് ഈ ഒരു ക്യാൻറ്റീനിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ സേമിയ ഫസ്റ്റിലെ നോക്കി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി സേമിയ പായസം. അപ്പോൾ രണ്ട് പാക്കറ്റ് ഞാൻ എടുത്തു. പിന്നെ ഈ ഒരു സോൻ പാപ്പടി, അതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതും ഞാനൊരു പാക്കറ്റ് എടുത്തു. പിന്നീട് ഞാൻ ഒരു പാക്കറ്റ് ബദാം എടുത്തു. ബദാം എന്ന് വെച്ചാൽ നല്ലതാണ് കേട്ടോ, പിള്ളേർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രോട്ടീനും കൂടാണിത്. പ്രോട്ടീനും വിറ്റാമിനും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇത് പൊടിച്ചിട്ട് നമ്മൾ ഷേക്കിലോ പാലിലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു, അതും ഞാൻ എടുത്തു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു ക്യാൻറ്റീനിൽ കിട്ടുന്നത്. ഈ ഒരു ക്യാൻറ്റീനിലല്ല, എല്ലാ ക്യാൻറ്റീനിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റം തന്നെയാണ് നമ്മുടെ കിട്ടുന്നത്. പക്ഷേ പിള്ളേരുടെയൊക്കെ കണ്ടുപോയത് ഈ ഒരു സ്വീറ്റ് പാക്കറ്റില്ല. ഈ ഒരു സ്വീറ്റ് എന്ന് പറയുന്നത് പ്രസാദമായിട്ടും ചില അമ്പലങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ, പുറത്ത് ചില പ്രസാദങ്ങളായിട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു മിഠായിയാണ്, നല്ല ഒരു രുചിയാണ് ഇതിന്. അങ്ങനെ അതും ഒരു പാക്കറ്റ് എടുത്ത്. പിന്നെ മൂങ് ദാലൊക്കെ ഒത്തിരി ഉണ്ട്. മൂങ് ദാലൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം അത് നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ചില സൗത്ത് ഇന്ത്യൻസും യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാനങ്ങനെ അത് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ആ ഒരു ഡാലിൻ്റെ ഐറ്റംസ് ഒന്നും ഞാൻ എടുത്തില്ല. പിന്നീട് ഞാൻ ഈ ഒരു ചെപ്പലെടുത്തു. ഈ ചെപ്പൽ അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് നടക്കണമെങ്കിലോ ജസ്റ്റ് ഒരു വാക്കിങ്ങിന് വേണ്ടി നമ്മളെപ്പോഴും ഷൂ ഒക്കെ ഇട്ടാൽ ശരിയാവത്തില്ലല്ലോ എന്ന് കരുതി അതും ഞാൻ എടുത്തു. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ ഇറങ്ങിയതെന്ന് വെച്ചാൽ യൂണിഫോം വാങ്ങാനായിട്ട്. ഇവിടെ KVയിൽ 20-ാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത്. പല KVയിലും പല ഡേറ്റിലാണ് തുറക്കുന്നത്. പോർട്ട് ബ്ലെയറിലെ KVയിൽ ജൂൺ 20-നാണ് സ്കൂൾ തുറക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ യൂണിഫോം വാങ്ങാനായിട്ട് വിട്ടു. പക്ഷേ ചെന്ന സമയത്ത് ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽപ്പെട്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവിടുത്തെ നമ്പറൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്തു ആ ഒരു ഷോപ്പിൻ്റെ. അപ്പം ഇനി അത് തുറക്കുന്ന സമയത്ത് എപ്പോഴാണോ അപ്പം വന്ന് വാങ്ങാമല്ലോ എന്ന് കരുതി നമ്മളങ്ങനെ ഇരുന്ന സമയത്ത് ഒട്ടും പ്ലാനിലില്ലാത്തൊരു സംഭവമാണ് ഒരു ഷോപ്പ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ആ ഒരു ഷോപ്പിൽ കയറി. ഒരു ഫാൻസി ഷോപ്പായിരുന്നു. വെറും ഫാൻസി ഷോപ്പല്ല, നല്ല ക്വാളിറ്റി ഐറ്റം ഉള്ള ഒരു ഫാൻസി ഷോപ്പ്. ഈ ഒരു റിങ് കണ്ടില്ലേ, ഈ റിങ് അത്യാവശ്യം നല്ല ഒരു റിങ്ങാണ്. കാരണം അവർ പറയുന്നത് ഇത് എത്ര വെള്ളം നനച്ചാലും ഇതിൻ്റെ ആ ഒരു തിളക്കമൊന്നും പോവില്ല. ഒറിജിനൽ മുത്താണ് ഈ ഒരു നമ്മുടെ മോതിരത്തിലിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ സാധാരണ ഈ ഒരു ഫാൻസി മോതിരങ്ങൾ അങ്ങനെ വാങ്ങിച്ചിടാറില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മോതിരം ആയതുകൊണ്ട് ഒന്ന് വാങ്ങാമെന്ന് കരുതി. ഇവിടുത്തെ പല സാധനങ്ങളും നോക്കിയാൽ വെറൈറ്റി ആട്ടോ. ഹാൻഡ് ബാഗൊക്കെ നല്ല രസമുണ്ട്. മാലകളൊക്കെ അതുപോലെ തന്നെ റേറ്റും ആട്ടോ. ഇതൊരു മലയാളി കടയാണ്. ഇത് കോഴിക്കോടുകാരുടെ കടയാണ്. ഈ ഒരു പോർട്ട് ബ്ലെയറിൽ എന്ന് വെച്ചാൽ കൂടുതലും കോഴിക്കോട് മലപ്പുറം ആൾക്കാരാണ് കേട്ടോ. അവരാണ് ഇവിടെ ഷോപ്പ് ഇട്ടിരിക്കുന്നത്. കുറേ മോതിരങ്ങൾ നോക്കി. അപ്പോൾ അതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട മോതിരം എടുത്തു. അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു മോതിരം കാണാനായിട്ട്. ഇതിൻ്റെ കളറൊന്നും പോവില്ലെന്നാണ് അവർ പറയുന്നത്. എത്രത്തോളം ശരിയാണെന്നറിയില്ല, എന്നാലും യൂസ് ചെയ്ത് നോക്കാം. അഥവാ കളറ് പോയില്ല എന്നുണ്ടെങ്കിൽ ഇനിയൊരു വീഡിയോ ഇടുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കും ഇവിടെയൊക്കെ വന്നാൽ ഈ ഒരു ഷോപ്പിൽ കയറി ഇതൊക്കെ വാങ്ങാമല്ലോ. അപ്പം അതിനായിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഇതിന് തൊട്ട് മുകളിലൊരു ഷോപ്പുണ്ട്. ഇതിൻ്റെ തന്നെ വലിയൊരു ഷോപ്പാണ്.
ഇത് താഴത്തെ ഫ്ലോറായിരുന്നു, നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. അപ്പം ആ കടയിലെ ആൾ തന്നെയാണ് പറഞ്ഞത് മുകളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒന്ന് ചെന്ന് നോക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, ഒരുപാട് ശംഖിൻ്റെ ഐറ്റംസ് ഉണ്ട് കേട്ടോ, വീട്ടിലൊക്കെ ഇടുന്നത്. വീട്ടിൽ നമ്മുടെ കർട്ടൻസ് ആയിട്ടൊക്കെ ചിലർ ഉപയോഗിക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കുറേ ശേഖരങ്ങളാണ് ഈ കാണുന്നത്. നല്ല രസമാണ് കേട്ടോ, എൻട്രൻസ് തന്നെ അടിപൊളിയാണ്. ഒരുപാട് ശംഖുകൾ ഒറിജിനൽ ആട്ടോ എല്ലാം, പവിഴപ്പുറ്റ് എല്ലാം ഉണ്ട്. ഒരുപാട് മോഡൽസിൽ നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ജറാവ ഐലൻഡിൽ പോയ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അവിടുത്തെ ട്രൈബൽസിൻ്റെയൊക്കെ ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു പ്രതിമ. അപ്പം അതും പലരും നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നവരുണ്ട്. പിന്നീട് അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറി. ഇതൊക്കെ കണ്ടോ, ഒരുപാട് ഹാൻഡ് ബാഗ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് വെറൈറ്റിയിൽ നമുക്ക് കിട്ടും. നാട്ടിലെ അപേക്ഷിച്ച് കുറച്ച് വില കൂടുതലായിരിക്കും, എങ്കിലും നല്ല ക്വാളിറ്റി ആയിരിക്കും, നമുക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും. ഇങ്ങോട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ മുത്തിൻ്റെ സെക്ഷനാണ്. മുത്തുമാല, ക്രിസ്റ്റലിൻ്റെ മാല, ഹാൻഡ് ചെയിന്, ഹാൻഡ് ബാഗുകൾ. പിന്നെ നമ്മൾ താഴെ കണ്ടതിൻ്റെ ഒരു ചെറിയ പാർട്ട് നമ്മൾ താഴെ കണ്ടു, അതിൻ്റെ തന്നെ വലിയൊരു പാർട്ടാണ് ഇതാ ഈ ഇരിക്കുന്ന ഷോക്കേസിലൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ മിററിൻ്റെ സെക്ഷനാട്ടോ. പല ഷേപ്പിൽ ഇവിടെ മിറേഴ്സ് അവൈലബിൾ ആണ്. ഈ ഇരിക്കുന്ന മാലകളൊക്കെ നമ്മൾ താഴെ കണ്ടില്ലേ, ആ ഒരു മാലയുടെ ഒരു വലിയ പോർഷനാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു പളുങ്കിൻ്റെ മാല എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി മാലയാണ്. ഇതെന്ന് വെച്ചാൽ സാരിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെ ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള മാലകളാണ്. എല്ലാ മാലയും, ഒരു മാലയും എന്നല്ല, എല്ലാ മാലയും ഒന്നിനൊന്നും മെച്ചമാണ്. ഞങ്ങളങ്ങനെ ഒരു മിറർ എടുത്തു. ഇത് ഒരു എലിഫൻറ്റ് മോഡൽ മിററാണ്. അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് അത്രയും ഓക്കെ, കാണാൻ ഭംഗിയുണ്ട്, എങ്കിലും അത്രയും വെയിറ്റ് വേണ്ട എന്ന് കരുതി ഞങ്ങൾ വെയിറ്റ് ലെസ് ആയിട്ടുള്ള ഒരു മിറർ എടുത്തു. അപ്പോൾ ഇതാണ് ഞങ്ങളെടുത്ത മിറർ. ഇത് പിള്ളേർ സെലക്ട് ചെയ്തതാണ്. പിള്ളേർക്ക് ഇത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതങ്ങ് സെലക്ട് ചെയ്തു. എവിടെ പോയാലും പിള്ളേരുടെ കണ്ണ് ഫൈനലായിട്ട് എത്തുന്നത് ടോയ് സെക്ഷനിലായിരിക്കും. ഈ ഒരു ടോയ് എന്ന് വെച്ചാൽ ഇവന് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു പാമ്പിൻ്റെ ടോയ്. പക്ഷെ വാങ്ങിച്ചില്ല. ഇത് ഒരെണ്ണം ഓൾറെഡി പ്ലാസ്റ്റിക്കിൻ്റെ വീട്ടിലുണ്ട്, പിന്നെ അത് ഒന്നും കൂടെ വേണ്ടാന്ന് കരുതി വാങ്ങിച്ചില്ല. ഇത് പിന്നെ ഒരുപാട് ഇഷ്ടം കേട്ടോ ഈ ഒരു പാമ്പിൻ്റെ ടോയ്. പിന്നെ ബോൾ, രണ്ടുപേർക്കും ബോളിനോടും ഭയങ്കര കമ്പമാണ്. ഒരുപാട് ടോയ്സ് അവൈലബിൾ ആണ്. അവന് തന്നെ കൺഫ്യൂഷനായി എന്ത് വേണം എന്തെടുക്കണമെന്നൊക്കെ. ലാസ്റ്റ് ഒരു ചെണ്ട പോലുള്ളൊരു സംഭവമുണ്ട്, അതങ്ങ് എടുത്തു. പിന്നീട് ഞാൻ എടുത്തത് ഈ ഒരു ബാങ്കിളാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ വുഡാണ്, ഒറിജിനൽ വുഡിൻ്റെയാണ് ഈ ഒരു ബാങ്കിൾ എന്ന് പറയുന്നത്. ഇതും വാട്ടർ, വെള്ളം നനച്ചാൽ അധികം പോവത്തില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെയും ശംഖിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ഒരുപാട് ശംഖുകൾ, എനിക്ക് ശംഖ് ഒത്തിരി ഇഷ്ടം കേട്ടോ. പല ഷേപ്പിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ശിവലിംഗം, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. നമുക്ക് പേര് പോലും അറിയാൻ പാടില്ലാത്ത കണക്കുള്ള കുറേ ഐറ്റംസ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി എല്ലാം എടുക്കുവാണ്. പിള്ളേർക്ക് 2 ഹാൻഡ് ചെയിനും പിന്നെ 2 ടീഷർട്ടും എടുത്തു. അതെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡമാനിലെ മാപ്പ് ഫുള്ള് അടങ്ങുന്ന കുറേ ടീഷർട്ടുകളുണ്ട് ഇവിടെ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൻ്റെയും. അതിലിഷ്ടപ്പെട്ട ഐറ്റംസ് അവർ തന്നെ സെലക്ട് ചെയ്ത് 2 എണ്ണം എടുത്തിട്ടുണ്ട്.
എനിക്കിത് മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. എല്ലാം കൊള്ളാം, വെറൈറ്റിയാണ്. എല്ലാം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ്. ബാംഗിൾസ്, ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത്. മാലയുടെ കേസിൽ കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോഴാണ് ചേട്ടൻ ഈ ഒരു ക്രിസ്റ്റലിൻ്റെ മാല എടുത്തു തന്നത്. അത്യാവശ്യം നല്ലതാണ്, ഒറിജിനൽ ക്രിസ്റ്റലാണ് ഈ ഒരു മാല എന്ന് പറയുന്നത്. ലോങ് ലാസ്റ്റിങ്ങുമാണ്, എത്ര കാലം വേണേലും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നേരെ ശംഖിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് കുറേ ശംഖൊക്കെ നോക്കി കേട്ടോ. അവർ ഊതിയൊക്കെ നോക്കുന്നുണ്ട്, ശബ്ദം കേൾക്കുമോ. പിന്നെ ഒരു സംഭവമുണ്ട്, ഈ ശംഖ് നമ്മുടെ ചെവിയിൽ വെച്ചാൽ കടലിൻ്റെ എരമ്പ് കേൾക്കാമെന്ന്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല, പക്ഷെ ശരിയാണ്. നമ്മുടെ ചെവിയിൽ വെച്ച ഒരു കടലിൻ്റെ അരപ്പ് പോലെ കേൾക്കാം. അപ്പം അങ്ങനെ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ നേരെ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി. ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയ സമയത്ത് അപ്പോഴും ഒരുപാട് ഏരിയയിലേക്ക് നമ്മുടെ കണ്ണ് പാസ് ചെയ്യുന്നുണ്ട്. അത്രയും ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഷോപ്പിലെ ഓരോ ഐറ്റംസ് കാണാനായിട്ട്. പിന്നീട് ഫൗണ്ടൻ്റെ സെക്ഷനിലേക്ക് പോയി. കുറേ ഫൗണ്ടൻസ് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം നല്ല ഫൗണ്ടൻസ് ആണ് കാണാനായിട്ട്. ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കൊള്ളാം കേട്ടോ, നല്ല കളക്ഷനാണ് കേട്ടോ. നല്ലൊരു സൂപ്പർ, എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റമാണ് ഇവിടെ കിട്ടുന്നത്. നമുക്കെല്ലാം ഇഷ്ടപ്പെടും, എല്ലാം വാങ്ങണമെന്ന് തോന്നും. പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ. വിലയാണെങ്കിലും നല്ല ഐറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം ഞാൻ കുറച്ച് 1-2 ഐറ്റംസേ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ നല്ലേ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഐറ്റമാണ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ പോർട്ട് ബ്ലെയറിൽ വരുവാണെങ്കിൽ ഈ ഒരു ഷോപ്പ് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക. ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അബഡൻ ബസാർ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണും വരേക്കും ബൈ.